ചേട്ടാ, അളിയൻ പറഞ്ഞത് കോള് വന്നിട്ടുണ്ടെന്ന് മാത്രം. എന്തെങ്കിലും ആയെന്നല്ല. അത് ആക്ച്വലി ഒരു ഫ്ലോയില് വന്നാണല്ലേ? മനസ്സിലായി. ശരി, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ റെഡി ആയിട്ട് വരാം. നിനക്ക് ഞങ്ങളോടൊരു ദേഷ്യമില്ലല്ലോ അല്ലേ? നോ ഐ എം ഫൈൻ. പക്ഷെ ഇനി നിങ്ങൾ അവനെ കാണാൻ പാടില്ല. പ്രോമിസ് ചേട്ടാ, ഇനി ഒരു കാര്യത്തിനും അവനെ ഞങ്ങൾ മീറ്റ് ചെയ്യില്ല. നിനക്ക് ദേഷ്യം വന്ന് തന്നെ വഴക്ക് പറഞ്ഞു ചേട്ടാ. എന്നിട്ടും ദേഷ്യം തീർന്നില്ലെന്നാണെങ്കിൽ നിനക്ക് എന്നെ അടിക്കുകയും ചെയ്യാം. പക്ഷെ പ്ലീസ് ഞങ്ങളോട് ഒരിക്കലും സൈലന്റ് ആവല്ലേ. എനിക്കും ആദിക്കുന്നു അതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല ഏട്ടാ. സത്യ ചേട്ടാ, പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഷുവർ. അമ്മോ, ഇപ്പഴാ സമാധാനം. ഇനി അങ്ങോട്ട് ഫുൾ ഫൺ. എടാ ചെക്ക, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. വേഗം റെഡി ആയിക്കോ, ഇല്ലെങ്കിലേ അമ്മയ്ക്ക് ദേഷ്യം വരും. എന്റെ ദേഷ്യം അമ്മയുടെ ദേഷ്യത്തിന്റെ അത്രയും വരില്ല, നിനക്ക് അറിയുന്നല്ലേ? യാ എനിക്കറിയാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡി ആയിക്കോളാം. നിന്നോട് ഇനി പ്രത്യേകം പറയണോ അമൂല്യ? അയ്യോ, ചിലപ്പോ തടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ മനസ്സിൽ അങ്ങനെ പറ്റില്ല. വിക്രം, ഞാൻ വേതാളം. വിക്രം വേദനിക്കുന്നടാ. മൈ ലവ്ലി ഇഡിയറ്റ്സ്. എന്റെ ദൈവമേ, അന്ന് നടത്തിയ ചടങ്ങ് ഇന്നും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. വേണ്ടാത്തൊന്നും നടക്കാൻ പാടില്ലെന്ന കാരണം കൊണ്ടാ നീ ആ കല്യാണം നിർത്തിയത്. അതുപോലെ ഈ കല്യാണത്തിലും ഒരു വിഘ്നവും വരാതെ നോക്കിക്കൊള്ളേ എന്റെ ദൈവമേ. അമ്മേ, അതും നോക്കി അമ്മ എന്താ വെറുതെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, നീ പോയി ആരതി വിളിച്ചോണ്ട് വാ, പൂജ തുടങ്ങാം. ശരി അമ്മേ. അമ്മേ, എന്താ വീണ്ടും തുടങ്ങുവാണോ? അമ്മയും ചേച്ചിയുടെ കൂടെ ചേർന്ന് സീരിയൽ കാണുന്നത് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ? ഈ സൗത്ത് ഇന്ത്യയിലെ പുതിയതായിട്ടുണ്ടായ നദി അമ്മ തന്നെ ആയിരിക്കും. 365 ദിവസം കരയുന്നുണ്ട്. ഏയ്, ഒന്ന് മിണ്ടായിരിക്കും. നിനക്ക് എന്തറിഞ്ഞിട്ട് നീ അമ്മയോട് ഇങ്ങനെ പറയുന്നേ? അമ്മ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ 1% നീ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. സന്തോഷിക്കേണ്ട സമയത്ത് കരയുന്നത് എന്തിനാന്ന്? ഹാർട്ട് കുറച്ച് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നിന്റെ കണ്ണിക്കൂടം കണ്ണീര് വന്നേനെ. ചേച്ചിയുടെ കല്യാണം എന്നുള്ള സന്തോഷത്തിന്റെ കൂടെ അവളെ പറഞ്ഞയക്കണം എന്നുള്ള സങ്കടമുണ്ട്. ഒരു പ്രാവശ്യം കൂടി പറയാമോ? എന്നെ കൊണ്ട് ഈ കണ്ണീരൊന്നും തടയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും കരയും, നിങ്ങളുടെ കല്യാണത്തിനും കരയും. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ മണികണ്ഠന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോഴൊക്കെ കൊച്ചി നിറയെ വെള്ളം നിറഞ്ഞെന്ന് പറയും. ഇത്തവണയെങ്കിലും കല്യാണം കഴിഞ്ഞ ആരതി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമല്ലോ. ശരിയാണല്ലോ, കഴിഞ്ഞ തവണ ഇതുപോലെ എല്ലാ തയ്യാറെടുപ്പും നടത്തി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ? നിങ്ങളെല്ലാരും ഇവിടെ അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. ഞാൻ പിന്നീട് വിളിക്കാം. വെറുതെ ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ ചേച്ചിയെ നല്ല മനസ്സോടെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്ത കൊണ്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ നിങ്ങളെ വന്ന വഴി ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്താ പ്രേമള ചേച്ചി, നിങ്ങളുടെ മോള് വായിത്തൊന്നൊക്കെ വിളിച്ചു പറയുന്നേ? വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ ഏത് രീതിയിലാണ് പെരുമാറുന്നത്?
കുറച്ചുകൂടി അച്ചടക്കവും വിനയവും ഒക്കെ ഒന്ന് നന്നായി പഠിപ്പിക്കൂ. അടുത്തത് ഇവളുടെ കല്യാണമല്ലേ? ഞാൻ എന്താണോ പഠിപ്പിച്ചത്, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നതിനേക്കാൾ അവരെന്താണ് പഠിക്കേണ്ടതെന്ന് അവർ ശരിയായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. 2 സ്ത്രീകൾ നിന്നാലേ വഴക്കെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ വീട്ടിൽ 4 പെൺമക്കളാ ഉള്ളത്. അവർ 4 പേരും ഒറ്റക്കെട്ടാണ്. ഒരിക്കൽ പോലും ഒരാൾ മറ്റൊരാളെ വിട്ടുകൊടുത്ത് സംസാരിക്കില്ല. അതുതന്നെയാണ് എന്റെ മക്കളുടെ ശക്തിയും. വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങളും ഇവളെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണോ? അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നും എനിക്കില്ല മാലതി. ഞാൻ നിങ്ങളെ വിളിച്ച എന്തിനാണെന്നോ, സുമംഗലികൾ എന്റെ മകൾക്ക് ആശീർവാദം നൽകട്ടെ എന്ന് കരുതിയ എന്റെ മകൾ സുഖമായിട്ട് ജീവിക്കാൻ നിങ്ങളുടെ അനുഗ്രഹം വേണ്ടിയിട്ടാണ്. എന്നാലും നിങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാവാം എന്റെ മകൾ അങ്ങനെ ഒരു സംസാരം നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങള് വീട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് വരുന്നവർ ഞങ്ങളെപ്പറ്റി എന്ത് വേണമെങ്കിലും വിചാരിച്ച് പറഞ്ഞോട്ടെ. ഇപ്പോഴും അത്ര തന്നെ. നിങ്ങൾ എന്റെ മകൾക്ക് പൂർണ്ണ മനസ്സോടെ അനുഗ്രഹം നൽകട്ടെ എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒന്നും എനിക്കില്ല. ആദ്യ വിക്കി എവിടെ? ഇവിടുത്തെ ചടങ്ങുകൾ തീർത്തിട്ട് വേണം ആരതിയുടെ വീട്ടിലേക്ക് പോവാൻ. ഇവിടെ ഇതുവരെ തുടങ്ങിയില്ലേ? നീ ആ വീട്ടിലെ മരുമകളായിടത്തോളം കാലം നീ അവിടുത്തെ കാര്യങ്ങളും കൂടി നോക്കണം. നീ ഇപ്പോഴിവിടെ തന്നെ നിൽക്കുവാണോ? വിക്കി മോനെ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നല്ലേ എപ്പോഴും കാണാൻ നല്ല ഭംഗിയല്ലേ? ശരിയാണ്, നീ എപ്പോഴും സുന്ദരനാ. എന്നാൽ ഇന്ന് ഇച്ചിരി സൗന്ദര്യം കൂടുതലാ നിനക്ക്. സുഹാസിനി, വേഗം തന്നെ ചടങ്ങുകളെല്ലാം തുടങ്ങ്. ചേട്ടനോട് പോയി. ഇതെന്താ സുഹാസിനി, എല്ലാ മക്കളും അമ്മ അമ്മയെന്ന് വിളിച്ചോണ്ട് നടക്കുന്ന സമയത്ത് നിന്റെ മക്കള് ചേട്ടൻ എവിടെയെന്നാ ചോദിച്ചോണ്ട് നടക്കുന്നത്? എന്റെ തലയിലല്ലേ എല്ലാ ഉത്തരവാദിത്വവും, അതുകൊണ്ടാ. വേദാന്ത്, ഇന്ന് നിങ്ങളെ കാണാൻ ഹാൻസം ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. സൂപ്പർ ജോഡി. വേദാന്ത്, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ നീ സാഹിത്യം കൂട്ടി ലഞ്ചിന് പോകില്ലേ? സുഹാസിനി, എന്താ നോയിക്കൊണ്ട് നിൽക്കുന്നേ? ചടങ്ങ് തുടങ്ങട്ടെ. സാഹിത്യ, നീയും വാ. കയ്യിൽ വെള്ളം ഒഴിച്ച് കൈ കഴുകിക്കൊള്ളുക. കേശവായ സ്വാഹ, മഹാദേവായ സ്വാഹ, മാതാവായ സ്വാഹ, ഗോവിന്ദായ നമഃ.
വേദാന്ത് വന്നേ. സാരമില്ല അമ്മേ, അമ്മ ചെയ്താൽ മതി. മഞ്ഞളും കുങ്കുമവും തേച്ചോളൂ. അതിങ്ങടെ എടുത്തോളാ. അരിയും മഞ്ഞളും അവിടെ ഇട്ട് നമസ്കരിച്ചോളൂ. ഇനി കർപ്പൂരം ഒഴിഞ്ഞോടാ. അതിഥി, ചേച്ചിയെ മഞ്ഞൾ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്ക്. അകത്ത് പോയി വെറുതെ ചെന്ന് വഴക്കുണ്ടാക്കല്ലേ. ആയിക്കോട്ടെ പ്രമീള ഡാർലിംഗ്, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അവിടെ നിൽക്കുന്നു മോളെ. അതെ, സിദ്ധാർത്ഥനും ബന്ധുക്കൾക്കും ഫോൺ വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നും ചോദിക്കേ. ശരി, ഇപ്പൊ തന്നെ ചോദിക്കാം. നിനക്ക് വേറെ ജോലിയുണ്ട്. നീ അടുക്കളയിൽ പോയിട്ട് ചന്ദനവും മഞ്ഞളും ഒക്കെ റെഡിയാക്കി വെക്ക. ചടങ്ങിന് മഞ്ഞള് ചെറുക്കന്റെ വീട്ടിൽ നിന്നല്ലേ അമ്മ ഇപ്പൊ കൊണ്ടുവരണ്ടേ? അത് ആദ്യം തേക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അവരെത്രത്തോളം കൊടുത്തു വിടുന്നു നമുക്കറിയില്ലല്ലോ. അന്നേരം കുറഞ്ഞു പോയ മോശമല്ലേ അത്? ഒരുപക്ഷെ ചടങ്ങിന് വേണ്ടി കുറച്ച് മാത്രം തന്നുവിട്ടാ ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ഓഹോ, ഇത് സമ്മതിച്ചു തരേണ്ട കാര്യം തന്നെയാ. ഓക്കെ മാഡം,
ഇപ്പൊ തന്നെ ഞാൻ പാത്രം എടുത്ത് മഞ്ഞൾ കലക്കിയിട്ട് വരാം. എപ്പ റെഡിയായെന്ന് ചോദിച്ചാ മതി. അമ്മേ, ആഹാരത്തിന്റെ കാര്യത്തിൽ അമ്മ ടെൻഷൻ അടിക്കണ്ട. ആഹാരം കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാനല്ല ശ്രദ്ധിച്ചോളാം. നീ എല്ലാ ജോലികൾ കണ്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ മോനെ. താങ്ക് യു കണ്ണ. എന്തു ചേട്ടാ ഇത്രയും മഞ്ഞൾ തേച്ചിട്ടും ചുവന്നിരിക്കുന്നല്ലോ നിന്നെ കാണാൻ. അത്രയും നാണം വരുന്നുണ്ടോ? അത് നിന്റെ കണ്ണിൽ മാത്രമേ ഞാൻ ചോദിച്ചിരിക്കുന്നുള്ളൂ. ജോക്കിന്റെ ക്വാളിറ്റി കൊള്ളൂല. ശരി വിട്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് താലി കെട്ടിച്ചാ പോരെ എന്നല്ലേ നീ ചിന്തിക്കുന്നേ? സ്വയം കുഴി ചാടുന്നതിന് എന്തിനാണ് ഇത്രയും സന്തോഷം? ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കല്യാണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ലിവിങ് ടുഗദർ മതിയടാ. അങ്ങനെ പറയാൻ നിങ്ങളിപ്പോ സുഖമായിട്ടല്ലേ ജീവിക്കുന്നേ? ഇത്രയും നേരം സുഖമായിരുന്നു, ഇനി അറിയില്ല. ഡ്രാമയൊക്കെ നിർത്തിയിട്ട് മഞ്ഞൾ തേക്കാൻ നോക്കും. എല്ലാവരും മഞ്ഞൾ തേച്ചു, ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, അവരെ വിളിച്ചായിരുന്നോ നിങ്ങള്? മഞ്ഞൾ എപ്പോ കൊണ്ടുവരും, എത്ര കൊണ്ടുവരുമെന്ന് അവരെല്ലാം കൊടുത്തയച്ചോന്നോ? അവരെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? സമാധാനിക്ക് പ്രമേ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കല്ലേ, ബിസിന്ന് കാണിക്കുന്നു. മഞ്ജുട്ടാ, പഴക്കൊല എവിടെ വെച്ചേക്കുന്നത്? ഒന്ന് എടുത്തതാ. അതാ വരണു. അങ്കിൾ കോൾ ചെയ്യ്, ഞാൻ അവിടെ പോയി നോക്കാം. നീ ഇവിടെ നിന്ന് ഈ നമ്പറിൽ വിളിച്ചോണ്ടിരിക്കുക. പേര് സിദ്ധാർത്ഥ എന്നാ, പ്രമിയുടെ ചേച്ചിയുടെ മോന. അവനോട് ചേട്ടന്റെ ഇവിടുന്ന് മഞ്ഞൾ കൊണ്ടുവരാൻ പറയണം. എന്തായെന്ന് വിളിച്ചു നോക്കി. ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ എല്ലാം ഒരു വഴിക്കാവും. ഓ ദൈവമേ. സിദ്ധാർത്ഥ്, തന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുത്ത് സംസാരിക്കും. ഞാൻ കേട്ടു. ഏതാ കയ്യിൽ മഞ്ഞളയുണ്ട്. പോക്കറ്റില്ല, ഒന്ന് എടുത്തരോ? ഓ, അമൂല്യയുടെ അച്ഛനെ വിളിക്കുന്നേ. ഓ, നമ്മൾ മഞ്ഞൾ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. വരുന്നു എന്ന് പറഞ്ഞു. ഹലോ ഹലോ, ഹലോ ഹലോ, ഹലോ സിദ്ധാർത്ഥ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, നിങ്ങളെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ല. കാര്യം എന്താ? എനിക്ക് നിങ്ങൾ പറയുന്നത് കട്ടാകുന്നു. മഞ്ഞളും കൊണ്ട് നിങ്ങൾ അവിടുന്ന് തിരിച്ചു വന്ന് മഞ്ജു നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹലോ ഹലോ, എന്താ പറഞ്ഞേ? മഞ്ഞൾ പയ്യന്റെ വീട്ടിൽ നിന്ന് മഞ്ഞൾ. നിങ്ങൾ അവിടെ തിരിച്ചോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും കേൾക്കുന്നില്ല. മഞ്ഞളിന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അത് തന്നെ. നിങ്ങൾ ഇറങ്ങാൻ പോവാണെങ്കിൽ ഓക്കെ. ഹലോ, ശരി, ഞാൻ മഞ്ജു നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാം. ഹലോ ഹലോ, ആരായിരിക്കും കോൾ ചെയ്തത്? ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇത് മഞ്ജു അങ്കിളുടെ വീട്ടിൽ ആരുമല്ല. പിന്നെ ആരായിരിക്കും വിളിച്ചത്?
ആദ്യ മഞ്ഞൾ തേച്ചത് മതി. വിക്ക് പോയി കുളിച്ചിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് കൂടി അമ്മേ പ്ലീസ്. നീ എന്തെങ്കിലും കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. മഞ്ഞളും കൊണ്ട് ആരതിയുടെ വീട്ടിലേക്ക് പോണം. അടുത്ത ചടങ്ങ് വരട്ടെ, അപ്പൊ കാണിച്ചു തരാം നിങ്ങൾ. ആദ്യ സാരികയും മഞ്ഞളുമായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളും പോവാ. വേദാന്ത് ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഈ വേഷത്തിലാണോ? ഞാൻ അവനോട് മഞ്ഞളും കൊണ്ട് ആരതിയുടെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ടല്ലേ അവൻ ഈ ഗെറ്റപ്പിൽ നിൽക്കുന്നത്. അമ്മേ, മഞ്ഞളും കൊണ്ട് പോകാൻ ആദ്യം ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ വേദാന്ത്? അവളിപ്പോ എങ്ങനെയാ നമ്മുടെ കുടുംബത്തിലുള്ളവളാവുന്നത്? അവള് സിദ്ധാർത്ഥിന്റെ ഭാര്യയായിട്ടിരിക്കുന്നിടത്തോളം കാലം അവള് പെണ്ണിന്റെ വീട്ടുകാരാണ്. ശരിക്കും പറഞ്ഞാ അവൾ അവിടെയാണ് ഉണ്ടാവേണ്ടത്. എന്നാ നമ്മുടെ പ്രമീളയുണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അത്ര തന്നെ. ആ ഒരു സ്ഥാനം ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല. എന്ന് വെച്ചാ അവിടെ കൊടുക്കേണ്ട മഞ്ഞള് ചെറുക്കന്റെ വീട്ടുകാർ തന്നെയാണോ കൊണ്ട് കൊടുക്കേണ്ടത്? അതെ, അത് തന്നെയാണ് ചടങ്ങ്. നമുക്ക് തോന്നുന്ന പോലെ ചടങ്ങുകളൊക്കെ നടത്താനാണെങ്കിൽ നേരിട്ട് കല്യാണം അങ്ങ് നടത്തിയാ പോരായിരുന്നോ? തോന്നുന്ന രീതി നടത്താൻ ഞാൻ സമ്മതിക്കൂല. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ചടങ്ങ് മാറ്റിയാ ഞാൻ വെറുതെ ഇരിക്കണോ? ഇവിടെ മൂത്തത് ഞാനാ. എന്തിനാടി നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെറ്റാണുള്ളത്? ഈ ചടങ്ങുകൾ നമ്മൾ നടത്തേണ്ടതാണെന്ന് നീ മറക്കണ്ട. ചടങ്ങിനെ കുറിച്ചൊക്കെ എനിക്കും അറിയാം. ഞാനും നോക്കട്ടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടത്താൻ പറ്റുമല്ലയോ എന്ന്. അങ്ങനെ തന്നെയാടി. ഞാൻ ഉള്ളിടത്തോളം കാലം നടത്തും. ഞാൻ ഇല്ലാത്തപ്പോ നിന്റെ ഇഷ്ടത്തിന് നടത്താം. നടത്തണോ നടത്തണ്ടയോ എന്ത് വേണോ നിന്റെ ഇഷ്ടത്തിന് തന്നെ തീരുമാനിക്കാം.